നമസ്കാരം സുഹൃത്തുക്കളെ, ഹാപ്പി സൺഡേ. അപ്പോൾ ഞാനിന്ന് എനിക്കൊരു കുറച്ച് നേരം ഈ ബുക്ക് വായിക്കാനായിട്ട്, ഞാൻ അഴീക്കോടിൻ്റെ ആത്മകഥ എന്നുള്ള ഈ ബുക്ക് ഇത് നമ്മുടെ അടുത്തുള്ള ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് ദിവസമായി. പണിത്തിരക്ക് മൂലം വായിക്കാൻ പറ്റാറില്ല. പിന്നെ അവധിയായതുകൊണ്ട് ഷട്ടറൊക്കെ അടച്ചിട്ടിട്ട് 1 മണിക്കൂറെങ്കിലും വായിക്കണം എന്നും പറഞ്ഞ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ അടുത്ത സ്കൂളിൽ സാറ് പ്രവേശനോത്സവമായിട്ട് ബന്ധപ്പെട്ട് അവരെന്തൊക്കെ വർക്കിലാണ്. അപ്പോൾ അവരെന്നെ കണ്ടു. അതെന്നോട് പറഞ്ഞു, അവരൊരു സ്കൂൾ ലൈബ്രറി തുടങ്ങാൻ പോവുകയാണ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ സ്കൂൾ ലൈബ്രറിയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഈ അഴീക്കോട് മാഷ് അദ്ദേഹം നല്ലൊരു പ്രാസംഗികനായിരുന്നു. അതുപോലെ രാഷ്ട്രീയ നിരൂപകനും, അതുപോലെ എന്താ പറയുക, ഇത്രയധികം നമ്മുടെ സാംസ്കാരിക ജീവിതത്തെ നേരിൽ നോക്കിക്കണ്ട് അതിനെ എതിർത്തും അതിനെ അനുകൂലിച്ചും നമ്മുടെ സാംസ്കാരിക ലോകത്തിന് വേറൊരു മാനം നൽകിയ വ്യക്തിയാണ് അഴീക്കോട് മാഷ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പല പ്രസംഗങ്ങളും അത് അതിനുള്ള തെളിവാണ്. അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ ഒരു മതവിശ്വാസിയൊന്നും അല്ലായിരുന്നു. അന്നത്തെ കാലത്ത് കണ്ണൂർ ജില്ലയിൽ ഈ ഒത്തിരി നല്ല ചിന്തകളുള്ള ഗുരുക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാം ശിഷ്യത്വം സ്വീകരിച്ച് അച്ഛന് വിശ്വാസങ്ങൾ, അതായത് മതവിശ്വാസങ്ങളൊന്നും താല്പര്യമില്ലാത്ത, എന്നാൽ വളരെ മനോഹരമായിട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ. അപ്പോൾ വീട്ടിൽ ഒത്തിരി ബുക്കുകളുണ്ടായിരുന്നു. അപ്പോൾ വീടിന് പുറത്തേക്ക് അന്നത്തെ കാലത്ത് കുട്ടികളെ അധികം വിട്ടിരുന്നില്ലല്ലോ. കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത്തിരി സമയത്തിലൂടെ വരണം. അപ്പോൾ അങ്ങനെ ആ ബുക്കുകൾ പല ആവർത്തി വായിച്ച് മനസ്സിൽ പകർത്തി, അതായത് നമ്മളിപ്പോൾ പറയുമല്ലേ കാണാതെ പഠിക്കരുതെന്ന്, അത് തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കാണാതെ പഠിച്ചതുപോലെ പഠിച്ച് വെച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രസംഗിക്കുവാനായിട്ട് സാധിച്ചത് പല കാര്യങ്ങളെപ്പറ്റി. അത് എല്ലാ മതഗ്രന്ഥങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ബുക്കുകൾ, ഇതെല്ലാം അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ ലൈബ്രറിയും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കെങ്കിലുമൊക്കെ ഒരു ബുക്ക് അതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണേ. എൻ്റെ ഇതിനകത്ത് 368 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഒരാൾ ഒരു ബുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താൽ നമുക്ക് 368 ബുക്ക് കൊടുക്കാൻ സാധിക്കും. അതല്ല, കാണുന്നവർക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് എന്നോട് സംസാരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.